അജിംസ, ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ചർച്ചയുടെ ആകത്തുകയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. അതായത് ഇത് ഇവിടെ ഒരു കെടുകാര്യസ്ഥത, ഒരു അഴിമതി ഒക്കെ മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണോ, അതോ ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽപ്പെടുത്തണോ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിനെ സമ്മറൈസ് ചെയ്താൽ ഇവിടെ നടക്കുന്ന ചർച്ച. എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രകൃതി ദുരന്തങ്ങളിലും ഈ ഫോഴ്സ് മെജർ എന്ന് പറയുന്നതിൽ ആരോപിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത്, ഇപ്പം തന്നെ ഞാൻ ഈ വായിച്ച നോട്ടിഫിക്കേഷൻ ഇവിടുത്തെ തിരുവനന്തപുരം KSEB മേഖലയിൽ നിന്ന് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അയച്ചതാണ്. KSEB നിഷേധിച്ചാൽ നാളെ രാവിലെ ഞാൻ കേസ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ഒഫീഷ്യൽ അല്ല, ഇത് ഇവിടെ മാത്രമല്ല ഉള്ളൂർ കൊടുത്തതും എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് പോലെ അങ്ങനെയാണ് ഡോക്ടർ നന്ദകുമാർ പറഞ്ഞത്. ആ പ്രദേശത്ത് 20% വർധന ഉണ്ടായിട്ടുണ്ടാവും എന്നാണ്. അല്ലല്ല, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയല്ല ഇത് പറഞ്ഞത്. ഞാൻ വീണ്ടും വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത് കേരളത്തിലെ പൊതുസ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഉള്ളൂർ മേഖലയിലും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരു മേഖലയിലുള്ള കാര്യത്തെക്കുറിച്ചല്ല. അവർ പ്രസരണ രംഗത്ത്, ട്രാൻസ്മിഷൻ രംഗത്ത് KSEB നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചതാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വെറുതെ പറഞ്ഞൊഴിഞ്ഞ് എത്ര നാൾ നമുക്കിങ്ങനെ പോകാൻ കഴിയും? ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ബ്രിമ്മിൽ കൊണ്ടുവന്ന് നിർത്തുക. നമ്മുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ആവശ്യമുള്ളതിൻ്റെ തുളുമ്പത്ത് കൊണ്ട് നിർത്തുക എന്നാണോ? അവിടെ ഞാൻ ചോദിച്ച 2030 10,000 മെഗാവാട്ട് പ്രസരണശേഷി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് പല കാര്യങ്ങളുണ്ട്. രണ്ടാമത് നമ്മൾ പുരപ്പുറത്തെ സൗരോർജ്ജത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇത് ജനറേറ്റ് ചെയ്യുന്നു. ഇത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ വിതരണം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് വോൾട്ടേജിൻ്റെ ഷൂട്ടിംഗ് അപ്പ് എന്നാണ് നന്ദകുമാർ സാർ ഇവിടെ പറഞ്ഞത്. ഞാൻ യോജിക്കുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെ നിൽക്കണം എന്ന് കരുതുന്നതിൻ്റെ കാര്യം എന്താ? നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി സ്റ്റോറേജിൻ്റെ കാര്യമൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പോയി. പക്ഷേ എന്താണ് ഇതിനുള്ള സംവിധാനം? എന്താണ്? നമുക്ക് ഹൈഡ്രോ പവറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുതിയ പദ്ധതികൾക്ക് നമുക്ക് കേരളത്തിൽ അനുമതി ലഭിക്കാൻ പ്രയാസമാണ്. ജനങ്ങളും ഞങ്ങളും ഒക്കെ സമ്മതിക്കത്തുമില്ല. അതും സമ്മതിച്ചു. അപ്പോൾ ഈ സൗരോർജ്ജം പോലെ അവിടെയും നമ്മളൊരു കോൺട്രാക്ട്, ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റുകൾ തന്നെയുണ്ട്. ഇതുപോലെ പ്രകൃതി സൗഹൃദമായിട്ടുള്ള വൈദ്യുതി ജനറേഷനിലേക്ക് നമ്മൾ പൂർണ്ണമായി മാറും എന്നുള്ള കമ്മിറ്റ്മെൻറ്റും നമുക്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സംവിധാനമാണ് നമ്മൾ ആലോചിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് എന്താ പറ്റുന്നതെന്നറിയാമോ? നമ്മളിതുപോലെ ഒരു ഹീറ്റ് വേവിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പവർ നഷ്ടപ്പെടുന്നു, അവിടെ ഇരുട്ടത്തിരിക്കേണ്ടി വരുമ്പോൾ അല്ലെ കാറ്റില്ലാതിരിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുക. പക്ഷേ അല്ലാതെ എല്ലാ ദിവസവും ഇതിവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ എക്യുപ്മെൻറ്റുകൾക്ക് മുഴുവൻ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ ഈ ഉയർന്ന വോൾട്ടേജ് ഈ ലൈനിൽ കൂടി വരികയാണെന്നാണ് ഇവരെല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്ന കാര്യം. നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചാൽ നമുക്കിത് അറിയാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു 230 വോൾട്ട് എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ നിശ്ചിത അളവിൽ ഫ്രീക്വൻസിയിലും ഒക്കെ ഉള്ള ഒരു വൈദ്യുതി നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഞാൻ പറയുന്നത് ഈ ഡിമാൻഡ് കുറവുള്ള ഒരു സാധാരണ ദിവസം പോലും ഇത് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് സാധാരണ ജനങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് അതങ്ങ് ഒഴിവൊഴിവ് പറഞ്ഞു പോവുകയാണ്. അവിടെയാണ് നേരത്തെ അജിംസ് പറഞ്ഞ വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കാര്യം. ഞാൻ ഈ ഇടമൺ കൊച്ചി ഹൈവേയുടെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് തീർച്ചയായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഒരു നല്ലതാണ്. അത് തുടങ്ങിയ ഒരു പദ്ധതി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതെന്തോ കടയടച്ചിട്ട് പോയത് ഞങ്ങൾ മാത്രം വന്നു എന്ന് നാഷണൽ ഹൈവേയുടെ കാര്യം പറയുന്ന പോലെ ഇത് പറയുകയാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോഴുള്ളതിലുള്ളതും ചർച്ച ചെയ്യേണ്ടതാണ്. അത് വേറെ ഒരു വിഷയമായതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ജനറേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഹൈഡ്രോ പവറിന് ഈ ലിമിറ്റേഷനുണ്ട്. നമുക്ക് സൗരോർജ്ജ പദ്ധതികളിൽ ഈ പറയുന്ന പ്രശ്നമുണ്ട്. പുറത്തുനിന്ന് വാങ്ങാവുന്ന വൈദ്യുതിയുടെ കാര്യത്തിൽ ഇപ്പം മധ്യപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നുള്ളത്, പഞ്ചാബും ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. നമ്മളൊരു കരാർ റദ്ദായി കഴിഞ്ഞിട്ടല്ലല്ലോ. ഇത് ഈ മാസം റദ്ദാകുമെന്നും അത് 400 മെഗാവാട്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടാക്കുമെന്നും 465 മെഗാവാട്ടിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് നമ്മൾ റദ്ദാക്കി കഴിഞ്ഞു എന്നും അറിയാവുന്ന KSEB, അതിന് പ്ലാനിങ്ങിന് ചുക്കാൻ പിടിക്കുന്ന സർക്കാർ, ഇത്ര ഷോർട്ടേജ് വരും ഈ ചൂട് കാലത്തെന്ന് അറിഞ്ഞിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.